ഓഫീസർ സാർ. ഈടാ പന്നി ഓർമ്മയുടെ വഴിയൊക്കെ ആടാ ഇന്നലെ വന്ന്. ആ അമ്മമ്മനെ കാണാൻ വന്നതാ. അമ്മയുണ്ടാ കൂടെ അത് ഒറ്റയ്ക്കാ? അമ്മ എവിടെ ഉണ്ടടാ? പിന്നെ ഞാൻ നിന്നെയും പിള്ളേനെയൊക്കെ കാണാലെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. നിന്നെ കുറെ വിളിച്ചു നോക്കി, നിന്റെ ഫോൺ എന്താ സ്വിച്ച് ഓഫ്? ഫോണിന് എന്തൊക്കെയോ പ്രശ്നമുണ്ടടാ. പണ്ട് തൊട്ടേ ഉള്ള എല്ലാത്തിനും എനിക്കൊരു പ്രശ്നം തന്നെ അല്ലേ. ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് തോറ്റാ പ്രശ്നം ക്രിക്കറ്റ്, ചൂണ്ടയിടാൻ പോയിട്ട് മീൻ കിട്ടിയില്ലെങ്കിൽ പ്രശ്നം ചൂണ്ടയ്ക്ക്, ഇനിയിപ്പോ സൈക്കിൾ റേസ് വെച്ചാലോ അതിൽ തോറ്റാ പ്രശ്നം സൈക്കിളിൽ. ഒരു മാറ്റം ഇല്ല അല്ലടാ പന്നി എനിക്ക്. ആ ബെസ്റ്റ്. നീ എന്നെ താങ്ങാനാണോ ഡൽഹിയിൽ നിന്ന് കെട്ടിയെടുത്ത്? അങ്ങനെയാണെങ്കിൽ നീയോ കള്ളക്കളിന്റെ ഉസ്താദ്. ഏതെങ്കിലും കളി തോറ്റാ എന്ത് നോണ പറഞ്ഞിട്ടാണെങ്കിൽ നീ ജയിക്കും. ക്രിക്കറ്റ് ഒക്കെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ടായി കഴിഞ്ഞാൽ ബാറ്റ് എടുത്തിട്ട് വെട്ടിപ്പോ. നിന്നെ ഓരോ തവണ ബാക്കി വന്ന് വിളിക്കേണ്ട പാടുണ്ടല്ലോ, അത് എൻ്റെ അടുത്ത് ചോദിക്കണം. നീ വിളിക്കാൻ വരുമല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ പോണത് തന്നെ. എടാ പിന്നെ നമ്മുടെ ഇഞ്ചിയും കോഴിയും 7 മണിക്ക് വരും, നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാം. നീ ഉണ്ടാവില്ലേ? ഞാൻ എന്തായാലും വീട്ടിൽ വിളിച്ചു പറയട്ടെ വരുന്നില്ലാന്ന്. ഇല്ലടാ പോണം. സംഭവം ലോങ് ലീവിനൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കിട്ടുകയാണിച്ച മനസ്സമാനത്തോടെ കുറച്ച് ദിവസം വന്നുകൂടി ഇരിക്കണം. ആ ടൈമിലാണെങ്കിൽ നമ്മളെല്ലാവരും പിള്ളേരെല്ലാവരും കൂടെ കൂടിയിട്ട് രണ്ടെണ്ണം. എടാ അതൊക്കെ അത്രേ ഉള്ളൂ, അതൊക്കെ നമുക്ക് സെറ്റാക്കാം. നമ്മുടെ ശംഭുവും മനും ഇപ്പോൾ ചെന്നൈയിലല്ലേ, അവരെന്തായാലും നെക്സ്റ്റ് മന്ത് വേലയ്ക്ക് വരുന്നുണ്ട്. ഇവിടെ വേല, നീ എന്നാ വേലയ്ക്ക് ലോങ് ലീവ് കിട്ടുമോ നോക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിള്ളേരെല്ലാവരും ഉണ്ടാവും, ഫുള്ള് സെറ്റാക്കാം. വേല ഇപ്പോൾ പണ്ടത്തെ പോലെ നല്ലടാ, ഫുള്ള് ഉഷാറാണ്. അതെയാ, അപ്പൊ സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഇനി കുറച്ച് ദിവസം ഓഫീസിൽ ഇവിടെ വേലയ്ക്ക് വരുന്നതും പിള്ളേരായിട്ട് അടിച്ചു പൊളിക്കുന്നതൊക്കെ ആലോചിച്ചിട്ടിരുന്ന ദിവസം പോണത് അറിയില്ലടാ. നിനക്കൊരു മാറ്റില്ലടാ. പണ്ട് 2 മാസം സ്കൂൾ ലീവ് കഴിഞ്ഞ് പോയതിൻ്റെ തലേ ദിവസം പറയണ അതേ ഇടയിൽ എന്ത് ഇപ്പൊ കുറച്ച് മെച്യൂരിറ്റി കാണിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയണം.